ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഒരു ബോൾഡ് വിങ്ഡ് ഐലൈനർ ലുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ നമ്മുടെ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്ന 2 പ്രോഡക്റ്റ്സ് ആണ്. ഡാസ്ലറിൻ്റെ ഐലൈനറും അതേപോലെ തന്നെ ഡാസ്ലറിൻ്റെ കാജലും. ഒരു ഐലൈനറും കാജലും മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. സോ ആദ്യം തന്നെ ഞാൻ വാട്ടർ ലൈന് ഈ ഒരു കാജൽ വെച്ചിട്ട് എഴുതി കൊടുക്കുകയാണ്. സോ ഫസ്റ്റ് നമുക്ക് വാട്ടർ ലൈൻ എഴുതാം. ഓക്കെ, സോ ഇപ്പോൾ 2 കണ്ണിൻ്റെയും വാട്ടർ ലൈൻ നമ്മൾ എഴുതി കൊടുത്തു. ഇനി നമ്മൾ കണ്ണ് എഴുതുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവാൻ, ചെറിയ കണ്ണ് വലുതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ടൈറ്റ് ലൈൻ ഉണ്ടല്ലോ, 2 കണ്ണിൻ്റെയും ടൈറ്റ് ലൈൻ ഒന്ന് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം ഉണ്ടാവും. സോ ഞാൻ 2 കണ്ണിൻ്റെയും ടൈറ്റ് ലൈനോടൊന്ന് എഴുതി കൊടുക്കുകയാണ്. ഓക്കെ, സോ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നില്ലേ? കണ്ടില്ലേ, കണ്ണൊന്ന് വിടർന്നത് പോലെ, ഒന്ന് ജീവൻ വെച്ചതുപോലെ നമുക്ക് തോന്നും. സോ ഇനി അപ്പോൾ കാജൽ വെച്ച് നമ്മൾ വാട്ടർ ലൈനും ടൈറ്റ് ലൈനും എഴുതിയതിന് ശേഷം അടുത്തതെന്ന് പറയുന്നത് ഐലൈനർ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ വിങ്ഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്യണം. സോ ഞാൻ ആദ്യം ഐലൈനർ വെച്ചിട്ട് വിങ്സ് ക്രിയേറ്റ് ചെയ്യാണ്. സോ വിങ്സ് എഴുതാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ഈ എൻ പോയിൻ്റ് കണ്ടില്ലേ, അതായത് ഈ നമ്മുടെ അടിവശം ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഈ പോയിന്റിൽ നിന്ന് ഈ ഒരു എൻഡിൽ നിന്ന് നമ്മൾ മുകളിലോട്ട് ഒരു ലൈൻ കൊടുക്കുക. ഇച്ചിരി നീളം കൂടിപ്പോയാലും കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി, നീളം കുറച്ച് കൊടുത്താൽ മതി. സോ ഇങ്ങനെ ഒരു ലൈൻ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇപ്പം എക്സസൈസ് തോന്നുന്ന വാല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇപ്പം അയച്ചു കൊടുക്കാം. അത് ഡിപ്പെൻഡിങ് ഓരോരുത്തരുടെ കണ്ണിനനുസരിച്ചിട്ടാണ്. ചിലർക്ക് നല്ലപോലെ ഇങ്ങനെ വാലിന് നീളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കണ്ണിന് നന്നായിട്ട് അത് മാച്ചാവും. അപ്പം എൻ്റെ കണ്ണിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് ഈ ഒരു ലെങ്ത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ടാണ് എക്സസൈസ് വന്നത് ഞാനത് മായ്ച്ചു കളഞ്ഞത്. എന്നിട്ട് നല്ല രീതിക്ക് അത് വിഡ്ത്ത് എല്ലായിടത്തും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഇവിടെ ജോയിൻ ചെയ്യുക. സോ ഇവിടെ ചെയ്യുമ്പം ഇത് ഇച്ചിരി അകത്തോട്ടേക്ക് ഇങ്ങനെ നീട്ടി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇച്ചിരൂടെ കണ്ണിന് വലിപ്പം കൂട്ടാനായിട്ട് സഹായിക്കുന്ന ടിപ്സാണ് അതൊക്കെ. ടൈറ്റ് ലൈന് ചെയ്ത് കൊടുക്കുന്നതും അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നീട്ടി കൊടുക്കുന്നതും കണ്ണിച്ചിരൂടെ വിടർന്നിട്ടുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി മറ്റൊരു ടിപ്പ് അത്, ചിലർക്ക് വാട്ടർ ലൈനിൽ കാജൽ മാത്രം എഴുതിയിട്ട് പോകാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് പോകുമ്പോൾ ഈ നമ്മൾ വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ സ്മഡ്ജ് പ്രൂഫ് ആയിട്ടുള്ള കാജൽസ് യൂസ് ചെയ്യാത്തപ്പോൾ അത് ഭയങ്കരമായിട്ട് സ്മഡ്ജ് ആവും, അടിയിലെല്ലാം ആവും. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാജൽ എഴുതിയതിന് ശേഷം ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ തന്നെ വാട്ടർ ലൈനിൽ ഈ ഐലൈനർ കൊണ്ട് ഒന്ന് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അധികം സ്മഡ്ജ് ആവാതെ ഒരു പരിധി വരെ നമുക്ക് ഇരിക്കാനായിട്ട് സഹായിക്കും. സോ ഞാൻ അടിയിൽ കൂടി വാട്ടർ ലൈനിൽ കൂടെ ഈ ഒരു ഐലൈനർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതൊരു ബോൾഡ് ഐസ് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. അതോടൊപ്പം തന്നെ താഴെയുള്ള ഈ ഒരു കാജൽ സ്മഡ്ജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടെ സഹായിക്കും. ഓക്കെ, അതേപോലെ ഇവിടെ ഇങ്ങനെ വിട്ട് നിൽക്കാൻ പാടില്ല, ഇത് രണ്ടും ഇങ്ങനെ ജോയിൻ ആയിട്ടിരിക്കണം. കണ്ടില്ലേ? അപ്പോൾ ഈ കണ്ണും ഈ കണ്ണ് നമ്മൾ ഡിഫറൻസ് കണ്ടില്ലേ? ഇത് നല്ല വിടർന്നിരിക്കുന്നു, ഇത് അത്രയ്ക്ക് ഇച്ചിരി ചെറുതാണ് ഇതിനെ കമ്പയർ ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സ്മോൾ ഐസ് വലുതാക്കി കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യും. സോ ഇതേപോലെ ഞാൻ മറ്റേ കണ്ണോട് എഴുതിയിട്ട് ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ 2 കണ്ണും എഴുതിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല രസമുണ്ടല്ലേ? സോ നല്ല വിടർന്ന് ഇച്ചിരി ബിഗ് ഐസ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഒരു വിങ്ഡ് ബോൾഡ് ആയിട്ടുള്ള ഒരു ഐലൈനർ ലുക്ക് നമുക്ക് ഇങ്ങനെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം വിത്തിൻ ഒരു 5 മിനിറ്റോ 10 മിനിറ്റൊന്നും ഇല്ല, ഒരു 5 മാക്സിമം 5 മിനിറ്റ്സ്. അതിനുള്ളിൽ നമുക്ക് ഇതേപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിങ്ഡ് ആയിട്ടുള്ള ഒരു ഐലൈനർ ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതേപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതായിരിക്കും. സോ ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.